പണത്തെക്കുറിച്ചും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ തല കറങ്ങുന്നത് പലർക്കും ഒരു പതിവാണ്. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയാതെയുള്ള ആശങ്ക കൊണ്ടാണ്. ഇത്തരം ചിന്തകൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിക്കുക, ഇത് നിങ്ങൾ മാത്രമല്ല, ഇങ്ങനെ പല ആളുകളുമുണ്ട്. സാമ്പത്തിക ആസൂത്രണത്തിനുള്ള 3 ഘട്ട കിറ്റ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഇത് തുടങ്ങാൻ വളരെ ഈസിയാണ്. ഒന്നാമത്തത്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയുക. പലർക്കും ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ഡെബ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എവിടെയാണ് അവരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് മാത്രം മനസ്സിലാകാറില്ല. എവിടെയാണ് അവർ നിൽക്കുന്നത്, ഭാവിയിലേക്കുള്ള അവരുടെ ബുദ്ധിമുട്ട് എന്തായിരിക്കും, ഇതൊന്നും അറിയാതെയാണ് പലരും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ കൃത്യമായ വരുമാനം, മാസ വരുമാനം എത്ര എന്ന് ഒരു പേപ്പറിൽ എഴുതുക. ഒപ്പം തന്നെ എത്ര മാസം ചിലവുകളുണ്ട് എന്ന് എഴുതുക. ഒരുപാട് വിശദമായ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. പക്ഷെ കൃത്യമായിട്ട് എഴുതുക. നിങ്ങളുടെ ഇൻകം എത്ര, മാസ വരുമാനം എത്ര, മാസ ചിലവ് എത്ര. ഒപ്പം തന്നെ നിങ്ങളുടെ മറ്റ് ബാധ്യതകൾ, ലോണോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ EMI, അങ്ങനെയുള്ള കാര്യങ്ങൾ, വാടക, അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുക. അടുത്തതായി നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് എഴുതുക. ഇതിൽ പല കടങ്ങളും ഉണ്ടാവാം. അതെല്ലാം ആദ്യം വീട്ടണമെന്നാണോ, അതോ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നാണോ, ഇതെന്താണെന്നുള്ളത് അതൊന്ന് എഴുതി വയ്ക്കുക. 50,000 രൂപ ഉണ്ടാക്കിയെടുക്കണമെന്നാണോ, എന്താണെന്ന് വെച്ചാൽ അതുകൂടെ എഴുതുക. ഇനി നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ട കാര്യം എന്താണെന്ന് ചിന്തിക്കുക. അതിനുള്ള ഏറ്റവും ചെറിയ ഒരു ശീലം ഇന്ന് തുടങ്ങുക. അത് ചിലപ്പോൾ എല്ലാ ആഴ്ചയും 100 രൂപ ലാഭിക്കുന്നതാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ഉള്ള എക്സ്പെൻസ് എന്താണെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുന്നതാവാം. ഈ ചെറിയ ശീലങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകും. സാമ്പത്തിക ആസൂത്രണം എന്നത് വളരെ സങ്കീർണമായ ഒന്നല്ല, അത് വളരെ ലളിതമാണ്. ഈ ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ, ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം വേണ്ടത് ആ ശീലങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ശീലങ്ങൾ ഇന്നേ തന്നെ തുടങ്ങുക. കൃത്യമായിട്ട് ഒരു എക്സ്പെൻസ് ട്രാക്ക് ഉണ്ടാക്കുക. അതുപോലെ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ലക്ഷ്യം എഴുതി വെക്കുക. അതിലേക്ക് വേണ്ടി പടിപടിയായിട്ട് പൈസ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സ്വരൂപിക്കേണ്ടത് അത് ചെയ്തു വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനും സാധിക്കും. നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസത്തോടെ യാത്ര തുടങ്ങാനും സാധിക്കും. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരും.